സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ 10 വർഷത്തോളം പ്രണയിച്ച ശേഷം വിവാഹം കഴിച്ചവരാണ് കാസർഗോഡ് പാണലത്തെ ആദിലും ഫാത്തിമയും. നല്ല വിദ്യാഭ്യാസവും സാമ്പത്തികവും ഒക്കെയുള്ള കുടുംബങ്ങൾ. എന്നാൽ അവൾ സ്വപ്നം കണ്ടതുപോലെ ആയിരുന്നില്ല ദാമ്പത്യ ജീവിതം. തുടക്കം മുതൽ സ്ത്രീധനത്തിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ, മാനസികവും ശാരീരികവുമായ പീഡനം. ഒന്നാം വിവാഹ വാർഷികത്തിൻ്റെ തലേ ദിവസം എന്തായിരിക്കും ആ വീട്ടിൽ സംഭവിച്ചത്? ആസിഡ് കഴിച്ച് യുവതി മരിച്ച കേസിൽ പല ദുരൂഹതകളുമുണ്ട്. ഫാത്തിമത്തിൻ്റെ ശരീരത്തിൽ പലയിടത്തും മർദ്ദനമേറ്റ പാടുകളുള്ളതായി ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. ഇതിൽ പലതും പുതിയ പാടുകളാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കേസിൽ ഭർത്താവ് മുഹമ്മദ് ആദിലിനെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിൽ പ്രതിയായ ഭർത്തൃമാതാവ് ആയിഷയ്ക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പാണലത്ത് ഭർത്തൃ വീട്ടിൽ 24 വയസ്സുകാരി ഫാത്തിമത്ത് സുവൈദ ആസിഡ് കഴിച്ച് ജീവനൊടുക്കിയ സംഭവത്തിലെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ നിർണായക വിവരങ്ങൾ. യുവതിയുടെ ശരീരത്തിൽ പലയിടത്തും മർദ്ദനമേറ്റ പാടുകൾ ഉള്ളതായി ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നു. ഇതിൽ പലതും പുതിയ പാടുകളാണെന്നും റിപ്പോർട്ടിലുണ്ട്. കേസിൽ സുവൈദയുടെ ഭർത്താവ് ചെങ്കള പാണലം സ്വദേശി KA മുഹമ്മദ് ആദിലിനെ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെ ചുമത്തി അറസ്റ്റ് ചെയ്തു. ഇന്നലെ രാത്രിയോടെയാണ് ആദിലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കാസർഗോഡ് ജില്ലാ കോടതി ഇയാളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഭാരതീയ ന്യായ സംഹിത 108 പ്രകാരം ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനും BNS 85 പ്രകാരം ഗാർഹിക പീഡനം, സ്ത്രീധനം ആവശ്യപ്പെടൽ എന്നിവ പ്രകാരമുള്ള കുറ്റവുമാണ് ചുമത്തിയത്. ആദിലിന്റെ മാതാവും കേസിൽ പ്രതിയാണ്. ഇവർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കാസർഗോഡ് ചെർലടക്ക സ്വദേശി ഫാത്തിമത്ത് സുവൈദ ശനിയാഴ്ച രാത്രിയാണ് പാണലത്തെ ഭർത്തൃ വീട്ടിൽ വെച്ച് ആസിഡ് കഴിച്ചത്. വീട്ടുകാരുടെ മുന്നിൽ വെച്ചാണ് യുവതി ആസിഡ് കഴിച്ചത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഞായറാഴ്ച പുലർച്ചെ 12ഓടെ മരണം സംഭവിക്കുകയായിരുന്നു. ഇന്ന് ഒന്നാം വിവാഹ വാർഷികം നടക്കാനിരിക്കെയാണ് സുബൈദ ആസിഡ് കഴിച്ച് ജീവനൊടുക്കിയത്. 2 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ മാതാവ് കൂടിയായിരുന്നു ഫാത്തിമത്ത് സുബൈദ. സംഭവത്തിന് പിന്നാലെ ഭർത്തൃ വീട്ടുകാരുടെ നിരന്തര പീഡനമാണ് യുവതി ജീവനൊടുക്കാൻ കാരണമെന്നാരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തിയിരുന്നു. ഭർത്താവിന്റെയും മാതാവിന്റെയും ഭാഗത്തു നിന്ന് യുവതിക്ക് നിരന്തരമായ ശാരീരികവും മാനസികവുമായ ഉപദ്രവമുണ്ടായിരുന്നുവെന്ന് വീട്ടുകാർ പോലീസിന് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കുന്നു. സുബൈദയുടെ സ്വർണം ആവശ്യപ്പെട്ട് ഭർത്തൃ വീട്ടുകാർ നിരന്തരം പീഡിപ്പിച്ചിരുന്നതായും പരാതിയിൽ പറയുന്നു. സുബൈദയുടെയും ആദിലിന്റെയും പ്രണയ വിവാഹമായിരുന്നുവെന്നും വിവാഹം കഴിഞ്ഞ് 1 വർഷം പോലുമായിട്ടില്ലെന്നും ഭർത്തൃ വീട്ടുകാരുടെ കുത്തുവാക്കുകളും പീഡനവുമാണ് ഈ കടുങ്കൈ ചെയ്യാൻ സുബൈദയെ പ്രേരിപ്പിച്ചതെന്നും വീട്ടുകാർ പറയുന്നു. തുടർന്നാണ് വിദ്യാനഗർ പോലീസ് ഭർത്താവ് ആദിലിനെ ഇന്നലെ രാവിലെ തന്നെ കസ്റ്റഡിയിലെടുക്കുകയും രാത്രിയോടെ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെ ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. ന്യൂസ് 18 കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.